നമുക്ക് മുത്തപ്പൻകാവിലേക്ക് പോകാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ രാവിലെ തന്നെ നമ്മൾ ഈ കുളിച്ച് മാറ്റി ഒരുങ്ങി നിൽക്കുന്നത്. അപ്പം ഞാൻ നല്ല രീതിയിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ചൂടിനൊന്നും ഇതൊന്നും പോരാ. അപ്പം നമ്മൾ അമ്മയും അച്ഛനൊന്നുമില്ല, ഞങ്ങൾ മൂന്നാളും പിന്നെ ചേച്ചീൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി, ആ ചേച്ചീൻ്റെ ഹസ്ബൻഡുമാണ് ഉണ്ടായിരുന്നത്. അവർ ഇന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ ഇങ്ങനെ വെക്കേഷനൊക്കെ ആയിട്ട് ഞങ്ങളും പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും മാറ്റി സെറ്റായി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അവർ ഓൾറെഡി അവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അതിനത്രയും ദൂരമല്ലേ, ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തൊരു മഴ, അതൊരു എന്തോ പോലെ. അപ്പോൾ പിന്നെ കുടയൊക്കെ ചൂടി കുഴപ്പമൊന്നുമില്ല, വേഗം നിന്നിട്ടുണ്ടായിരുന്നു ആ മഴ. പിന്നെ മൂന്നാളും കൂടെ ഒപ്പരം ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അവരാദ്യം മുന്നിൽ പറഞ്ഞയച്ചു, ഞാൻ ബാക്കിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. അവരവിടെ ലാഗായിട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിലാണെങ്കിൽ അപാര തിരക്ക്. എങ്ങനെയോ ഞങ്ങളൊന്നൊരു സ്ഥലത്ത് ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് ഫോൺ എടുക്കാനേ കഴിഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഞാൻ ഇവിടെ കണ്ണൂർ എത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ അവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോസാണ്. പിന്നെ അവിടെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾ 5 മസാല ദോശ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ ഞങ്ങൾ അവിടെ കുറച്ച് ഒരു 40 മിനിറ്റിൻ്റെയൊക്കെ ഒരു ഓട്ടമുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബസ്സിന് പോയി. ബസ്സിന് പോയിട്ട് പിന്നെ വേഗം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബസ് ഇറങ്ങി വേഗം തന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കാനേ ഉള്ളൂ, പറശ്ശിനിക്കടവ് അങ്ങോട്ടേക്ക്. ഓവറൊന്നുമില്ല, കുറച്ചങ്ങോട്ട് നടക്കാനേ ഉള്ളൂ. അപ്പം അങ്ങനെ പറശ്ശിനിക്കടവ് എത്തി. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ യാതൊരു പണിയില്ലായിരുന്നു, പക്ഷേ കയറാൻ നമുക്ക് പറ്റുന്നില്ല. ആ ഒരു വെയിലും ഉച്ച ഒരു സമയത്ത് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി. പിന്നെ ഇവിടെ വരെ മാത്രമേ എനിക്ക് ഫോൺ അലൗഡ് ഉള്ളൂ, ഉള്ളിലേക്ക് ഞാൻ ഫോൺ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോകുന്ന വഴിയിൽ കുറേ ഷോപ്പുകളുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഈ ഷോപ്പ് ആ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഷോപ്പുകൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷോപ്പിൽ നിറച്ചും കുപ്പിവളകൾ മാത്രം, നമ്മൾ ഓരോരോ സാരിക്ക് മാച്ചായുള്ള ടൈപ്പിൽ കുപ്പിവളകളുണ്ട്. പിന്നെ ഇപ്പം പണ്ടൊക്കെ അവിടെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നിലത്തൊക്കെ ഇരുന്നിട്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും വേണ്ട. ഇപ്പം നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടൊക്കെ, നല്ല സ്റ്റൂളും അങ്ങനത്തെ മേശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും. അപ്പം അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ആണുങ്ങളൊക്കെ വേറെയും പെണ്ണുങ്ങൾക്ക് വേറെയായിരുന്നു. അപ്പം ഞങ്ങൾ അവരെ കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടേതായ കുറച്ച് സെലക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വള, കമ്മൽ, മാല അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങി ഞങ്ങൾക്ക് 3 മണിക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. ആ 3 മണീൻ്റെ ട്രെയിനിലാകുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അത് കിട്ടാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. അധികം സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഞങ്ങളാകെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ കണ്ണാടി കണ്ടപ്പം നമുക്ക് അവിടെ നിന്നൊരു ഫോട്ടോ നല്ലൊരു ഭംഗി തോന്നി അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം നമ്മളെന്തായാലും വീഡിയോ ഒക്കെ എടുത്തു. കണ്ടോ, പൊരിഞ്ഞ വെയിലാണ് ഈ സമയത്ത്, നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ബസ് സ്റ്റോപ്പിൽ അവർ നടക്കാനില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം നമ്മൾ സൺസ്ക്രീൻ എവിടെയും എത്തൂല ഈ വെയിലത്തൊന്നും. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇത്രയും നല്ല നടക്കാനില്ല. പിന്നെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കും കുറേ നടക്കാനുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ തിരിച്ചു വരുമ്പം അത്രയും എല്ലാവരും ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ടാറ്റാ, ബൈ ബൈ, സീ യു.